വിജിലൻസ് ഫോണിൽ ബന്ധപ്പെട്ട ആദ്യ ഒരു മെസ്സേജ് തന്നത്. അവർക്ക് ഈ പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ ഇതിനോടകം തന്നെ എനിക്ക് അവിടെ സ്ഥലം വിറ്റവരും പിന്നെ എൻ്റെ പാർട്ട്നേഴ്സ് പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ വർക്ക് ചെയ്തവർ പിന്നെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ NOC നൽകിയത് റവന്യൂ വില്ലേജ് ഇവരെയൊക്കെ വിജിലൻസ് ചോദ്യം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റവന്യൂ രേഖകൾ പരിശോധന പലവട്ടം നടന്നു. അതുകൂടാതെ സ്ഥലം 1-2 വട്ടം അളക്കുകയോ പരിശോധിക്കുകയോ ഒക്കെ ചെയ്തു. വിജിലൻസുകാരെല്ലാം വന്നിരുന്നു. അവരെല്ലാം ഞങ്ങളവിടെ എല്ലാ ഫെസിലിറ്റിയും അവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ടിപ്പോൾ ലാസ്റ്റ് ആ മൊഴികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ എൻ്റെ കൂടി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവർക്ക് ചോദ്യം ചെയ്യണമായിരിക്കും. അപ്പോൾ ഒന്നുകിൽ വരുമോ അല്ലെങ്കിൽ സൗകര്യമുള്ളൊരു സ്ഥലം പറഞ്ഞാൽ അവർ വന്ന് മൊഴി രേഖപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു MLA എന്ന നിലയ്ക്കുള്ളൊരു ഇമ്മ്യൂണിറ്റിയും ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സാധാരണ പൗരന് കിട്ടുന്ന അതേ രീതിയിൽ തന്നെ ഞാൻ അന്വേഷണത്തോട് സഹകരിക്കുമെന്നും പറഞ്ഞിരുന്നു. അപ്രകാരം അപ്പം ഞാൻ അതിനുശേഷം എനിക്കെതിരെയുള്ള പരാതിയുടെ ഒരു പകർപ്പ് മാത്രമല്ല ഇതുവരെ നടത്തിയ അന്വേഷണത്തിൻ്റെ നിങ്ങൾ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ പോലെ അല്ലെങ്കിൽ പ്രാഥമികമായ ഒരു റിപ്പോർട്ടുണ്ട് വിജിലൻസിൻ്റെ. ആ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി തരികയാണെങ്കിൽ ഐ ക്യാൻ കം പ്രിപ്പയർഡ്. കാരണം ഏത് കോണ്ടെക്സ്റ്റിലാണ് അന്വേഷണം എന്ന് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഞാൻ ആൻസർ ചെയ്യേണ്ടതെന്ന് അപ്പം അധികം ഒരുപാട് സമയം പോവാതെ അല്ലെങ്കിൽ അന്നേരം എനിക്ക് രേഖകൾ ഓർമ്മയില്ല അല്ലെങ്കിൽ ഞാൻ ഓർത്തെടുക്കണം അല്ലെങ്കിൽ ചോദിക്കട്ടെ പറയട്ടെ എന്ന് പറയുന്നതിന് പകരം ഒരു 1 സിറ്റിംഗ് തന്നെ മാക്സിമം ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാമെന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അപ്പോൾ അവർ എനിക്ക് ഒഫീഷ്യലായിട്ട് റിപ്ലൈ തന്നിരുന്നു. അത് ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഈ ഘട്ടത്തിൽ തരാൻ നിയമപരമായി സാധിക്കില്ല എന്നുള്ളൊരു മറുപടിയാണ് അവർ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഒരു ക്രിസ്പ് ആ നോട്ടീസിൻ്റെ ഭാഗമായി അവർ പറയുകയും ചെയ്തു. അപ്പോൾ ഭൂമിയുടെ രജിസ്ട്രേഷനുമായി വിൽപ്പന അതായത് ആ ട്രാൻസാക്ഷൻ ഉണ്ട്. ആ ട്രാൻസാക്ഷൻ അതുപോലെ രജിസ്ട്രേഷൻ പൂക്കുവരവ് അവിടെയുള്ള കെട്ടിടത്തിന് കിട്ടിയ NOC തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ പരിധിയിൽ വരുന്നതെന്നുള്ളൊരു സൂചനയാണ് തന്നിട്ടുള്ളത്. അതനുസരിച്ചുള്ള ചോദ്യം ചെയ്യലാവും ഉണ്ടാവുക അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. മാസപ്പടി വിവാദത്തിൽ താങ്കൾ ആരോപണങ്ങൾ ഉന്നയിച്ച ഘട്ടത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 3 മാസം ഈ അന്വേഷണം ആരംഭിച്ചത് 3 മാസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കാര്യമായി താങ്കൾക്ക് നോട്ടീസ് പോലും നൽകുന്നതിൽ ഭയങ്കര കാലതാമസം ഉണ്ടായി. വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ നോട്ടീസ് ഒരു പൊളിറ്റിക്കൽ നെഗറ്റീവ് ഉണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ ഈ വിഷയം പെട്ടെന്ന് ഉയർന്നു വന്നത് മാസപ്പടി വിഷയം വന്നതിന് ശേഷമാണ്. ബട്ട് സ്റ്റിൽ ഐ വെൽക്കം. കാരണം നമ്മൾ പൊതുപ്രവർത്തകരാണ്, പൊതുരംഗത്ത് നിൽക്കുന്നവരാണ്, ജനപ്രതിനിധിയാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെ ആക്ഷേപകരമായ അല്ലെങ്കിൽ സംശയാസ്പദമായ ഒരാരോപണം ഉയർന്നു വന്നപ്പോൾ ഗവൺമെൻറ് അന്വേഷിക്കുന്നത് എന്നെ ഞാൻ സ്വാഗതം ചെയ്യാണ്. പക്ഷേ ഉള്ളി തിങ് ഇതൊരു ഹറാസ്മെൻറ്റിനോ അതല്ലെങ്കിൽ നമ്മളെ ഇകഴ്ത്തുന്ന അല്ലെങ്കിൽ പൊതുജന സമൂഹത്തിൽ സംശയത്തിൻ്റെ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് അല്ലെങ്കിൽ അത് ഞാൻ അനുവദിക്കില്ല. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും സഹകരിക്കും അന്വേഷണത്തിൻ്റെ ഏത് ലെവലിലും. കാരണം ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഒരുപാട് ഡിസ്ക്രിഷണറി പവേഴ്സും ഒരുപാട് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടേതായ ഒരു സ്പേസ് ഉണ്ട്. അദ്ദേഹത്തിന് ഏത് നിലയിൽ വേണമെങ്കിലും ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി എങ്ങനെ വേണമെങ്കിലും അതിനെ അപ്രോച്ച് ചെയ്യാം. അത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ ഒക്കെയാണ്. അപ്പോൾ അത് ഒരു ഉദ്യോഗസ്ഥൻ പ്രയോഗിക്കുന്നതിൽ തെറ്റില്ല. ബട്ട് ദർ ഇസ് ഓൾവേസ് എ ത്രെഷോൾഡ് ആൻഡ് ലിമിറ്റ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എസ്പെഷ്യലി ആസ് എ ലോയർ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സോ ഐ വിൽ കോപ്പറേറ്റ് വിത്ത് ഫുൾ ഹാർട്ട്. സത്യസന്ധമായും വളരെ ആത്മാർത്ഥമായും അന്വേഷണത്തോടെ ഞാൻ സഹകരിക്കും. പക്ഷേ അത് ഒരു സമൂഹത്തിന് മുമ്പിൽ പുകമറ സൃഷ്ടിക്കാനും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി വേട്ടയാടാനുമാണെങ്കിൽ ഞാൻ രാഷ്ട്രീയപരമായി നിയമപരമായി തന്നെ അത് പ്രതിരോധിക്കേണ്ടതായിട്ട് വരും. മാത്യു കുഴൽനാടൻ MLA സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഇന്ന് വിജിലൻസിന് മുന്നിൽ മൊഴിയെടുക്കാൻ ഹാജരാകും. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.